സ്കാർഫേസ് എന്ന സിംഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നൊരു പേരുണ്ട്, മസായിമാര. എന്താണ് ഈ മസായിമാരയിലെ മസായി? മാത്രമല്ല സ്കാർഫേസിന് ആ സ്കാർഫേസ് എന്ന പേര് വരാൻ കാരണമായ മുഖത്തെ കൺപോളയുടെ ഭാഗത്ത് ഒരു അടയാളം, ഇതെങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് മസായി യോദ്ധാവിൻ്റെ കുന്തത്താലാണ് ആ പരിക്ക് പറ്റിയത് എന്നൊരു കഥയുണ്ട്. ആ കഥ ശരിയാണെങ്കിലും അല്ലെങ്കിലും മസായി സമൂഹത്തിൽ സിംഹങ്ങളെ കൊല്ലുന്നത് ഒരു ആചാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ മസായിമാരിലേക്ക് നോക്കിയാൽ മസായികളാണ് സിംഹത്തെ സംരക്ഷിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? കുലീനരും യോദ്ധാവും ശ്രേഷ്ഠരുമായി മസായികൾ അവരെ കണ്ടു. മാത്രമല്ല മസായികളുടെ ധൈര്യത്തിന്റെ അളവുകോൽ സിംഹത്തെ കൊല്ലുക എന്നതായിരുന്നു. പക്ഷേ ഇന്ന് കഥയാകെ മാറി. മസായികളാണ് മസായിമാരയിലെ ഓരോ സിംഹത്തെയും വേട്ടയിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ആ ഒരു പരിണാമത്തിന്റെ കഥയാണിന്ന്. മസായി, എന്തുകൊണ്ട് നീ ലോകത്തെ സ്നേഹിക്കുന്നു? നാടോടികളായ ഒരു ജനതയാണ് മസായികൾ. അസാധാരണവും പക്ഷേ രസകരവുമായ ഒരു ജീവിതമാണ് ഇവർക്കുള്ളത്. ഇവരുടെ വസ്ത്രധാരണ രീതിയാണ് ഏറ്റവും രസകരം. ചുവപ്പും കടും നീലയും കറുപ്പുമൊക്കെ അടങ്ങുന്ന ഒരുതരം പുതപ്പാണ് ഇവരുടെ വസ്ത്രം. ഈ കളറുകൾ മാറ്റുന്നതിന് ഓരോതരം നിബന്ധന അവർക്കിടയിലുണ്ട്. ദൈവം കോപിച്ചു, ദൈവം പ്രസാദിച്ചു, ദൈവം സന്തുഷ്ടനാണ്, ഇങ്ങനെയൊക്കെ ഓരോ കളറിനും അർത്ഥങ്ങളുണ്ട്. വീടാണ് രസകരം. വട്ടത്തിലുള്ളൊരു പാത്രം കമഴ്ത്തി വെച്ചതുപോലുള്ളൊരു വീട്. ഇവർ ഗോത്ര വിഭാഗങ്ങളായതുകൊണ്ട് ധാരാളം വീടുകൾ ചുറ്റുവട്ടത്തുമുണ്ടാകും. ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം കൂടെ ഒരു വേലിയുണ്ടാകും. ഈ വേലിയാണ് യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങളിൽ നിന്ന് ഇവരുടെ കന്നുകാലികളെ സംരക്ഷിക്കുന്നത്. മസായിമാരിലെ സിംഹങ്ങളും കാട്ടുമൃഗങ്ങളും അടങ്ങുന്ന സമൂഹം മസായികളിൽ നിന്ന് വേലി കൊണ്ട് വേർതിരിയുന്നില്ല. രണ്ടുപേരും ഒരുമിച്ചൊരുമിച്ചാണ് സഹവാസം. ആഫ്രിക്കയിലെ മിക്ക ഗ്രാമങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. വന്യമൃഗങ്ങൾക്കും ഗ്രാമവാസികൾക്കുമിടയിൽ ബഫർ സോണില്ല, വേലിയില്ല, അതിരുകളില്ല. കന്നുകാലികൾക്ക് വേണ്ടി വന്യമൃഗങ്ങൾ നേരെ ഗ്രാമവാസികളുടെ ഇടയിലേക്ക് വരും. അങ്ങനെയാണ് ഗ്രാമവാസികളും സിംഹങ്ങളും തമ്മിൽ ശത്രുത ഉടലെടുക്കുന്നത്. മസായിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കന്നുകാലികളും അവരുടെ കുട്ടികളുമാണ് അവർക്ക് സ്വത്ത്. ഭക്ഷണത്തിന്റെ പ്രാഥമിക സോഴ്സ് കന്നുകാലികളാണ്. കന്നുകാലികളെ മേയ്ക്കാൻ യുവാക്കളും യോദ്ധാക്കളുമായ മക്കളുണ്ടെങ്കിൽ സമ്പത്തിന്റെ ശേഷി കൂടി. മാംസം, രക്തം, പാൽ, കൊഴുപ്പ്, തേൻ, മരത്തിന്റെ പുറന്തൊലി ഇവയൊക്കെയാണ് അവരുടെ ഭക്ഷണം. കന്നുകാലികളുടെ രക്തവും പാലും അടങ്ങുന്ന ഒരുതരം മിശ്രിതമാണ് അവരുടെ വിശിഷ്ട ഭോജ്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കന്നുകാലികളാൽ ചുറ്റപ്പെട്ട, കന്നുകാലികളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജീവിതമാണ് മസായിമാരുടേത്. സിംഹങ്ങൾ ഏതെങ്കിലും ഒരു കന്നുകാലിയെ പിടിച്ചാൽ സ്വാഭാവികമായും പ്രതികാരം വരും. ആ പ്രതികാരത്തിന്റെ പേരിൽ സിംഹങ്ങളെ കൊല്ലുക സാധാരണമായിരുന്നു. സിംഹങ്ങൾക്കും മസായിമാർക്കും സുരക്ഷിതമായി മസായിലെ ഭൂമി പങ്കിടാൻ കഴിഞ്ഞാൽ അതൊരു ഹാർമണി ലൈഫായിരിക്കും എന്നെല്ലാവർക്കും അറിയാം. കാരണം എത്ര കണ്ടാലും കൗതുകം തീരാത്ത ഒരു ജീവിവർഗമാണ് സിംഹം. മാത്രമല്ല ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് മസായിമാരയിൽ സിംഹങ്ങളെ കാണാൻ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. വന്യജീവി പ്രേമികളുണ്ട്, വന്യജീവി പഠനക്കാരുണ്ട്. ഇവരൊക്കെ മസായിയിൽ തമ്പടിക്കുന്നത് സിംഹങ്ങളെ കണ്ടുകൊണ്ടാണ്. മസായിമാരുടെ കാലികളെ സിംഹങ്ങൾ വേട്ടയാടുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന പകയും സിംഹങ്ങളെ വേട്ടയാടലും തുടർന്നു പോയാൽ സിംഹങ്ങളുടെ എണ്ണം കുറയും. അത് മസായിമാർക്ക് മാത്രമല്ല ഈ ഭൂമിക്ക് തന്നെ കൊടിയ നാശവുമാണ്. ഈ ഒരു പകയും സിംഹക്കുരുതിയും ഇല്ലാതാക്കാൻ ധാരാളം ആളുകൾ കാലം പ്രതിയായി ശ്രമിച്ചു വരുന്നു. ഫൈൻ ഏർപ്പെടുത്തിയിട്ടും തടവ് ഏർപ്പെടുത്തിയിട്ടുമൊന്നും സിംഹക്കുരുതി അവസാനിക്കുന്നില്ല. മസായിമാരിൽ നിന്ന് തന്നെ ചില യുവാക്കൾ സിംഹവേട്ടയ്ക്കെതിരെ ഇറങ്ങിയാൽ ഇതെന്നേക്കുമായി അവസാനിക്കുമെന്ന് മുമ്പേ പലരും അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? മസായി ഗോത്രത്തിലൊരു കുട്ടി ജനിക്കുന്നത് തന്നെ എങ്ങനെ സിംഹത്തെ വേട്ടയാടാമെന്ന് പഠിച്ചുകൊണ്ടായിരിക്കും. അവരിൽ പലരും ശക്തി തെളിയിക്കുന്നത് എത്ര സിംഹത്തെ കൊന്നു എന്ന കണക്കിനാലാണ്. മാത്രമല്ല ബദ്ധവേരികളാണ് കാലങ്ങളായിട്ട് മസായിമാരും സിംഹങ്ങളും. അതുകൊണ്ട് തന്നെ മസായി ഗോത്രത്തിലുള്ള യുവാക്കൾ സിംഹവേട്ടയ്ക്കെതിരെ ഇറങ്ങുക എന്നത് അസാധ്യമായി പലരും പ്രവചിച്ചു. മൈത്തരംഗ കമുനു സെഡോട്ടി, അദ്ദേഹമാണ് ഈ കഥയിലെ നായകൻ. ഓർമ്മ വെച്ച കാലം മുതൽക്ക് തന്നെ ഈ സെഡോട്ടി ജീവിച്ചിരുന്നത് സിംഹങ്ങളെ കൊല്ലുന്നതും സ്വപ്നം കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് സിംഹങ്ങളും ആനകളും എങ്ങുമുണ്ടായിരുന്നു. കിളിമഞ്ചാരോ പർവ്വതത്തിന് കീഴിൽ, അതായത് നമ്മൾ പാട്ടിൽ കേട്ട കിളിമഞ്ചാരോ പർവ്വതം, അതിന് കീഴിൽ വേലിയില്ലാത്ത ആ മസായി ഗെയിം റിസർവും മസായിയുടെ സമൂഹഭൂമിയും ഒരുമിച്ചങ്ങോട്ട് ജീവിതം നീക്കി. സിംഹങ്ങളും ആനകളും കാട്ടുമൃഗങ്ങളും ഒക്കെ സ്വതന്ത്രമായി രണ്ടുപേർക്കിടയിലും വിഹരിച്ചു. പക്ഷേ കൊലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. സിംഹങ്ങൾ തക്കം കിട്ടിയാൽ മസായിമാരുടെ കന്നുകാലികളെ അടിച്ചുമാറ്റി. മസായിമാർ നോട്ടമിട്ട് സിംഹങ്ങളെ തിരിച്ചുകൊല്ലും. പ്രതികാര കൊല. മസായിമാര നാഷണൽ പാർക്കിന് വേലി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഗ്രാമത്തിൽ സമൂഹമായി വസിക്കുന്ന മസായിമാർക്ക് വീടുകൾക്കു ചുറ്റും ശക്തമായ വേലി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ വേലി ചാടിക്കടന്ന് സിംഹങ്ങൾക്ക് കന്നുകാലികളെ അടിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷേ മസായിമാർ പുല്ലുള്ള സ്ഥലം തേടി പോകും കാലികളെ മേയ്ക്കാൻ. ആ സമയത്താണ് സിംഹം കാലികളെ തട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ എവിടുന്നോ ആയിരിക്കണം സ്കാർഫേസിനും ഒരു മസായി യോദ്ധാവിനുമിടയിൽ ഒരു പോരുണ്ടായതും സ്കാർഫേസ് ദ ലയണിന് ആ പരിക്ക് പറ്റിയതും. ഒന്ന് ആലോചിച്ചു നോക്കുക. കുന്തം കൊണ്ട് അന്ന് എന്തെങ്കിലും ശക്തമായ പരിക്ക് പറ്റി സ്കാർഫേസ് ദ ലയൺ എന്നേക്കുമായി വിട പറഞ്ഞുവെങ്കിൽ നമുക്കൊരു ഇതിഹാസ കഥ ഉണ്ടാകുമായിരുന്നു. അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും.
ഏതെങ്കിലും ഒരു ഫേമസ് സിംഹം ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കും. മസായി കമ്മ്യൂണിറ്റി ലാൻഡ്സ് ദേശീയോദ്യാനത്തിൽ നിന്നും വളരെ അകലെയാണ്. വരൾച്ചയുടെ സമയങ്ങളിൽ പുല്ലുള്ള സ്ഥലത്ത് കാട്ടുപോത്തുകളും ആനകളും തമ്പടിക്കും. കാട്ടുപോത്തുകളെ പിന്തുടർന്ന് സിംഹങ്ങളും അവയ്ക്ക് പുറകെ വരും. നമുക്കറിയാമല്ലോ, പ്രൈഡിന് 400 സ്ക്വയർ കിലോമീറ്റർ പരിധി വരെ ചിലപ്പോൾ ഉണ്ടാകും. ഇത് ഇരലഭ്യതയ്ക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം. വരൾച്ച പുല്ലിന്റെ ലഭ്യത കുറക്കുന്ന ഒരു കാലമാണല്ലോ. മസായിമാരുടെ ജീവിതം തന്നെ പുല്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മൾ പുല്ല് എന്നൊക്കെ പറയുമെങ്കിലും പുല്ല് ഒരു വിഭവമാണ്. കാലികൾ അത് തിന്നും. മസായിമാർക്ക് പാലും മാംസവും അവരുടെ ഭക്ഷണമായ രക്തവും ഒക്കെ നൽകും അവരുടെ കന്നുകാലികൾ. മറുവശത്ത് കാട്ടുപോത്തുകളും ആനക്കൂട്ടങ്ങളുമൊക്കെ തിന്നുന്നതും പുല്ലാണ്. ആ പുല്ല് തിന്നുകൊണ്ടാണ് സിംഹങ്ങളുടെ ഭക്ഷണമാകേണ്ടത്. ഒരു സ്ഥലത്ത് കാലികളും കാട്ടുപോത്തുകളും ചിലപ്പോൾ മേഞ്ഞേക്കാം. മസായി ഇടയന്മാർ യോദ്ധാക്കളും ധീരന്മാരുമായതിനാൽ അവർ കാലികളെ മേയ്ക്കുമ്പോൾ ഇതൊന്നും കാര്യമാക്കുന്നില്ല. നീളമുള്ള കുന്തം കൊണ്ട് അവർ സിംഹങ്ങളെ ചിലപ്പോൾ നേരിടും. പ്രതിരോധം കുറഞ്ഞ ഇര എന്ന നിലയിൽ കാലികളെ സിംഹങ്ങൾ നോട്ടമിടും. ചിലപ്പോൾ കൊന്നു തിന്നേക്കാം. പിന്തുടർന്നുകൊണ്ട് മസായി ഇടയന്മാർ സിംഹങ്ങളെ കൊല്ലും. നമ്മുടെ നായകനായ സെഡോട്ടിയും സിംഹങ്ങളെ കൊന്നിട്ടുണ്ട്. മസായിമാരുടെ ഒലൈമയോ എന്നറിയപ്പെടുന്ന ആചാരത്തിൽ സിംഹങ്ങളെ കൊല്ലൽ ഒരു പ്രക്രിയയാണ്. ഒരു യുവാവ് പക്വത പ്രാപിക്കുന്നത് സിംഹങ്ങളെ കൊന്നുകൊണ്ട് ധീരത തെളിയിച്ചുകൊണ്ടായിരിക്കണം. സെഡോട്ടി അല്ലെങ്കിൽ സൈഡോട്ടി എന്ന് വിളിക്കുന്ന നമ്മുടെ നായകന്റെ അച്ഛനും അമ്മാവന്മാരും ചേർന്ന് 15 സിംഹങ്ങളെ കൊന്നിട്ടുണ്ട്. സെഡോട്ടി ചെറുപ്പത്തിലെ ഈ കഥകൾ കേട്ടുകൊണ്ടാണ് വളരുന്നത്. സെഡോട്ടിയിൽ നിന്നും അവർ എന്തായാലും സിംഹത്തെ കൊല്ലൽ എന്ന പ്രക്രിയ പ്രതീക്ഷിച്ചു കാണുമല്ലോ. കാരണം കാലങ്ങളായി കന്നുകാലികളെ കട്ടവകയിൽ ഓരോ സിംഹത്തിനോടും അവർക്ക് പ്രതികാരമുണ്ടായിരുന്നിരിക്കണം. കമ്മ്യൂണിറ്റി ലാൻഡ്സിലെ എല്ലാ കുടുംബങ്ങൾക്കും ഈ രീതിയിലൊരു പ്രതികാരം കാണും. 19 വയസ്സുള്ളപ്പോൾ സൈഡോട്ടി അല്ലെങ്കിൽ സെഡോട്ടി എന്ന നമ്മുടെ നായകൻ ഒരു സിംഹത്തെ കൊന്നു. ഇതുപോലെ കാലികളെ കൊന്ന വകയിൽ പ്രതികാരവുമായി ചെന്ന് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന കാലികളെ കൊന്നു എന്ന് തോന്നിക്കുന്ന ആ സിംഹത്തെ സൈഡോട്ടി കുത്തിക്കൊന്നു. കുന്തം കൊണ്ട് സിംഹത്തെ കൊല്ലുക നമുക്ക് ചിലപ്പോൾ ഒരു വിചിത്രമായ സംഭവമായി തോന്നിയേക്കാം. പക്ഷേ ധീരരും യോദ്ധാക്കളുമായ മസായി ഇടയന്മാർ ഇതിന് പ്രത്യേകം പരിശീലനം ലഭിച്ചവരാണ്. അവർ സിംഹത്തെ കൊല്ലുന്നത് ഒരാചാരമായി കണക്കാക്കിയവരുമാണ്. സൈഡോട്ടി, നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഇനി അങ്ങോട്ട് സൈഡോട്ടി എന്ന് വിളിക്കാം. സിംഹത്തെ കൊന്നപ്പോൾ സിംഹത്തിന്റെ 2 കുഞ്ഞുങ്ങൾ ആ സിംഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു പെൺസിംഹമായിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളും ഓടിപ്പോയി കുറ്റിക്കാട്ടിലേക്ക്. ഈ കുഞ്ഞുങ്ങളെ കുറെ വർഷങ്ങൾക്ക് ശേഷം സെഡോട്ടി കാണുന്നുണ്ട്. അത് വഴിയെ നമുക്ക് പറയാം. മസായിമാരുടെ സിംഹവേട്ടകൾ എന്ന് പറയുന്നത് വെടിവെച്ച് കൊല്ലലല്ലോ. കന്നുകാലികളെ പിടിച്ച വകയിൽ പ്രതികാരം അവശേഷിക്കുകയും സിംഹങ്ങളെ ചൂണ്ടയിട്ട് കാത്തിരിക്കുകയും അടുത്തു വന്നാൽ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്യുന്നതാണ് അവരുടെ രീതി. ഇതിന് വല്ലാത്ത ഒരു ധൈര്യം ആവശ്യമാണ്. ഇത്തരം കൊലപാതകങ്ങളിൽ മസായിമാരയിലെ സിംഹങ്ങളുടെ എണ്ണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നില്ല എങ്കിലും ഇതും ഒരു മോശമായ പ്രക്രിയയാണല്ലോ. 2 ജീവികൾ തമ്മിൽ നിരന്തരം സംഘർഷം ഭൂമിയിൽ ഉടലെടുക്കുക എന്നത് അതൊരു മോശം കാര്യമാണ്. അത് മൃഗവും മനുഷ്യനുമായാലും ശരി. ഇങ്ങനെ ഒരു വലിയ കാലയളവ് ഈ യുദ്ധം തുടർന്നാൽ ഏതെങ്കിലും ഒരു വംശം നാമാവശേഷമായി പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അവസാനം വേണമെന്ന് കെനിയയിലെ അധികൃതർ പണ്ട് മുതൽക്കേ ആലോചിച്ചു വന്നതാണ്. നിയമം ശക്തവുമാണ്. 1977 മുതൽ കെനിയയിൽ സിംഹത്തെ കൊല്ലൽ നിയമവിരുദ്ധമാണ്. മാത്രമല്ല $500 പിഴയും ചുമത്തും. മസായിമാർക്ക് ഈ സംഖ്യ വലിയൊരു സംഖ്യയാണ്. സെഡോട്ടി ആദ്യത്തെ സിംഹത്തെ കൊന്നതിന് ശേഷം 4 സിംഹത്തെ കൂടെ കൊന്നു. 4ാമത്തെ സിംഹത്തെ കൊന്നതിന് ശേഷം സെഡോട്ടിയെ കെനിയൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. കുറച്ചു കാലം തടവിലാക്കി. ഏതാണ്ട് $500 പിഴയും ചുമത്തി. 2006 സെഡോട്ടി തന്റെ 4ാമത്തെ സിംഹത്തെ കൊല്ലുന്നത്. അതിന്റെ പുറകിലൊരു സംഭവമുണ്ട്. ആദ്യത്തിലൊക്കെ ഏതെങ്കിലും ഒരു സിംഹം വന്ന് കാലികളെ ആക്രമിക്കും. അതിനെ നോക്കി മസായിമാർ ആ സിംഹത്തെ കൊല്ലുകയും ചെയ്യും. 2006 മസായിമാര ദേശീയ ഉദ്യാനത്തിനടുത്ത് മസായിമാരുടെ കമ്മ്യൂണിറ്റി ലാൻഡ്സിനോട് തൊട്ട് 35,000 മസായിമാർക്കൊത്ത് 20 ലക്ഷം അവരുടെ കന്നുകാലികളുടെ കൂടെ 100 സിംഹങ്ങൾ സഹവസിച്ച് വസിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും അവർ കന്നുകാലികളെ വേട്ടയാടി തുടങ്ങി. മസായിമാർക്ക് ഇത് രസിച്ചില്ല. അവർ ഒറ്റയടിക്ക് 42 സിംഹങ്ങളെ കൊന്നു. ആ കൂട്ടക്കൊലയിലാണ് 4 സിംഹങ്ങളെ സെഡോട്ടി കൊന്നത്. കെനിയയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. കെനിയൻ ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കാതെ വിടാൻ മസായിമാരുടെ ഒരു ആചാരക്കൊലയായിരുന്നില്ല ഇത്. അത്തരം കൊലകളിൽ 3-4 സിംഹങ്ങൾ മാത്രമേ, കൂടി വന്നാൽ ഒരു 5-6 സിംഹങ്ങൾ മാത്രമേ കൊല്ലം പ്രതി മരിക്കുമായിരുന്നുള്ളൂ. ഇത് ആ ദേശത്ത് വസിച്ചിരുന്ന 100 സിംഹങ്ങളെയും തുടച്ചു നീക്കുമെന്ന പ്രതികാര കൊലയാണല്ലോ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വല്ലാതെ അങ്ങ് അലേർട്ടായി. കുറച്ചു കാലത്തിന് ശേഷം സെഡോട്ടി ജയിൽ മോചിതനായി. തന്റെ കാലികളെയും മേയിച്ച് സെഡോട്ടി ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഒരിക്കൽ 4 പശുക്കളെ കാണാതെ. സ്വാഭാവികമായും സെഡോട്ടി സംശയിച്ച ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ അവിടെ 2 സിംഹങ്ങൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നു.
സെഡോട്ടിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം അവിടെ തുടങ്ങി. 2 മണിക്കൂറോളം സെഡോട്ടി അതിനെ കാത്തുനിന്നു. ആ 2 സിംഹങ്ങളും ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ ഉറങ്ങിക്കിടന്നതിൽ നിന്നും ഒരു ആൺസിംഹത്തെ നെഞ്ചു നോക്കി സെഡോട്ടി ഒരു കുത്തുകൊടുത്തു. സിംഹം അവിടെ തന്നെ പിടഞ്ഞു മരിച്ചു. സെഡോട്ടി പശുക്കളെ തട്ടിക്കൊണ്ടുപോയ സിംഹമാണല്ലോ. സിംഹത്തിന്റെ വയറ് കീറി പരിശോധിച്ചു. അപ്പോൾ തന്നെ വയർ ശൂന്യമായിരുന്നു. ഒരു നിഷ്കളങ്ക സിംഹത്തെ കൊല്ലുന്നതിന്റെ അർത്ഥശൂന്യത അപ്പോൾ തന്നെ സെഡോട്ടിയെ പിടികൂടി. വയറ് നിറക്കാനായി മാത്രം വേട്ടയാടുന്ന സിംഹത്തെ എന്തെങ്കിലുമൊക്കെ കുറ്റം ആരോപിച്ചുകൊണ്ടാണല്ലോ മസായിമാർ കൊല്ലുന്നത്. മസായിമാർ പൊതുവെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. എല്ലാവരും ദൈവവിശ്വാസിയാണ്. വിവിധ മതങ്ങളിൽപ്പെട്ടവർ ഉണ്ടെങ്കിൽ കൂടെ ഏകദൈവ വിശ്വാസിയാണ്. ഭൂമിയെ നോവിക്കാത്തവരാണ്. കാലികളെ മേയിച്ചും വളർത്തിയും ഉപജീവനം നടത്തുന്നവരാണ്. മരിച്ചാൽ പോലും ശവശരീരം ഭൂമിക്ക് ദോഷമാണ് എന്നതിൽ അവർ സംസ്കരിക്കുന്നില്ല. വയലിൽ ഉപേക്ഷിക്കുകയാണ്, മൃഗങ്ങൾക്ക് കൊടുക്കുകയാണ് പതിവ്. പ്രകൃതിയെയും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെയും നന്നായി സ്നേഹിക്കുന്നവരാണ്. സെഡോട്ടിക്ക് അതുകൊണ്ട് തന്നെ ഈ ശൂന്യമായ വയറ് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി. ഊണിലും ഉറക്കിലും നടപ്പിലുമൊക്കെ ആ സിംഹത്തിന്റെ ദയനീയാവസ്ഥ സെഡോട്ടിയെ പിടികൂടി. ഒഴിഞ്ഞ വയറെന്നത് വിശന്നൊട്ടിയ വയറാണല്ലോ. അതിനെയാണല്ലോ താൻ കൊന്നത് എന്ന് അദ്ദേഹം നിരന്തരം ചിന്തിച്ചു. തനിക്കിനി രക്ഷയില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം ആ തീരുമാനമെടുത്തു. ഇത് തന്റെ അവസാനത്തെ സിംഹക്കൊലയാണ്. ഇനി തന്റെ ജീവിതം സിംഹങ്ങളെ സംരക്ഷിക്കാനാണ്. മസായിമാർ അവനെ പരിഹസിച്ചു തുടങ്ങി. അവൻ ഭീരുവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവനെ വട്ടമിട്ട് കളിയാക്കാൻ തുടങ്ങി. പക്ഷേ അവൻ വഴങ്ങിയില്ല. കാരണം പശ്ചാത്താപം അത്ര കഠിനമായിരുന്നു. ഒരു മൃഗത്തിന്റെ ദയനീയ അവസ്ഥ അവന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് സെഡോട്ടി ആ പ്രദേശത്ത് ആരംഭിച്ച ഒരു പരിപാടിയെക്കുറിച്ച് കേട്ടത്. ലയൺ ഗാർഡിയൻസ്. സെഡോട്ടിയുടെ പുതിയ ജീവിതം അവിടെ തുടങ്ങുന്നു. താൻ ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ നെട്ടോട്ടമോടിയ സെഡോട്ടിക്ക് വല്ലാത്ത സമാധാനമായിരുന്നു ആ സംരക്ഷണ പരിപാടി. ലയൺ ഗാർഡിയൻസിന്റെ പ്രവർത്തനം വളരെ ലളിതമായിരുന്നു. ഇതുവരെ സിംഹങ്ങളെ കൊന്നിരുന്ന മസായിമാർ അവരുടെ സംരക്ഷകരാകുക, പലവിധ ട്രോഫി വേട്ടകളിൽ നിന്നും സിംഹത്തെ രാവും പകലും രക്ഷിച്ചെടുക്കുക. ഒരുപക്ഷെ മസായിമാർക്ക് മാത്രം കഴിയുന്ന ഒന്ന്. അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകരായ 2 പേർക്കൊപ്പമാണ് സെഡോട്ടി ആദ്യം പോയത്. സെഡോട്ടിയുടെ ഉരുക്ക് പോലത്തെ നോട്ടവും ആകാരവും കണ്ട് അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകർ ആദ്യം ഒന്ന് അന്താളിച്ചെങ്കിലും അവന്റെ കൈകളിൽ ഈ പരിപാടി ഏൽപ്പിച്ചാൽ അത് ജയിച്ചാൽ പിന്നെ നിലഭദ്രമായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ സെഡോട്ടി സിംഹ ഗാർഡിയൻ, സിംഹത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ പ്രശസ്തനായി. ഒരു കാലത്ത് സിംഹത്തെ കൊല്ലാൻ വേണ്ടി തിരഞ്ഞു നടന്നിരുന്ന അവൻ ആരാണ് സിംഹത്തെ കൊല്ലുന്നത് എന്ന് നോക്കി നടക്കുക പതിവായി. സിംഹങ്ങൾ വസിച്ചിരുന്നിടത്തു നിന്നും മാറിപ്പോകാൻ വഴിതെറ്റിയ മസായി ഇടയന്മാർക്ക് അവൻ നിർദ്ദേശം നൽകി. സെഡോട്ടി ലയൺ ഗാർഡിയൻ ആയതിനു പിന്നാലെ ദേശീയോദ്യാനത്തിന് വടക്ക് മാറി മസായി കമ്മ്യൂണിറ്റി ലാൻഡിനോട് ചേർന്ന് ഒരു പ്രത്യേക സിംഹത്തെ പിന്തുടരാൻ തുടങ്ങി. എന്തിനാണ് ആ സിംഹത്തെ പിന്തുടരുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല. ആ സിംഹത്തെ പിന്തുടർന്നുകൊണ്ട് റേഡിയോ കോളർ അതിനെ അവൻ ഘടിപ്പിച്ചു. അതായിരുന്നു അന്ന് അവൻ ആദ്യമായി കൊന്ന സിംഹം. ആ പെൺസിംഹത്തിന്റെ 2 കുട്ടികൾ കുറ്റിക്കാട്ടിൽ ഓടിയൊളിച്ചു എന്ന് പറഞ്ഞില്ലേ, അവൻ നോക്കി വെച്ചിരുന്നു. കുറ്റിക്കാട്ടിൽ ഓടിയൊളിച്ച ഒരു സിംഹമായിരുന്നു. ആ സിംഹത്തിനവൻ നൊസിക്കി എന്ന് പേരിട്ടു. അന്ന് നൊസിക്കിയുടെ അമ്മയെ അവൻ കൊന്നു. ഇന്ന് നൊസിക്കിയെ സംരക്ഷിക്കാം എന്നവന് വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ് എന്ന് മെയ്തരംഗ കമുനു സൈഡോട്ടിയോട് ആളുകൾ ചോദിച്ചപ്പോൾ അന്ന് സിംഹത്തെ കൊല്ലുന്നതായിരുന്നു എനിക്ക് സംതൃപ്തി, ഇന്നവയെ സംരക്ഷിക്കുന്നതാണ് സംതൃപ്തി എന്നാണ് അവൻ പറഞ്ഞത്. 2007 5 ലയൺ ഗാർഡിയൻസുമായി ആരംഭിച്ച പരിപാടി ഇന്ന് കെനിയയിലെ മിക്ക സ്ഥലങ്ങളിലും ലയൺ ഗാർഡിയൻസ് ഉണ്ട്. സിംഹക്കൊല നിലച്ചു എന്ന് പറയാറായിട്ടില്ലെങ്കിലും ഏതാണ്ട് പല ഭാഗത്തും നിലച്ചു. സൈഡോട്ടിയുടെ സ്വപ്നം പൂവണിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരും സിംഹത്തെ പ്രതികാരക്കൊല ചെയ്യാതിരിക്കുന്ന ഒരു കാലം. കാരണം കുറ്റിക്കാട്ടിലേക്ക് ഓടിച്ചെന്ന് സൈഡോട്ടി കൊന്ന 4ാമത്തെ സിംഹത്തെ പോലെ കൊല്ലുന്നത് ഒരു വയറൊട്ടിയ സിംഹത്തെയാണെങ്കിലും സെഡോട്ടി BBC-ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ മസായിമാർ ഇപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നത് സിംഹങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അവരെ വേട്ടയാടുന്നത് കൊണ്ടല്ല.